അസ്സലാം വലൈക്കും, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ കോളേജിൽ എനിക്ക് ആദ്യമായിട്ട് ഫസ്റ്റ് കിട്ടിയൊരു പാട്ടിനെ കുറിച്ചാണ്. അത് അതിൻ്റെ ഒരു സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ്. നമ്മൾ ഫസ്റ്റ് ഇയർ ആവുന്ന സമയത്ത് പറഞ്ഞാൽ എന്തായാലും ചെറിയ രീതിയിലുള്ള റാഗിങ്ങുകൾ എല്ലാ കോളേജുകളിലും ഉണ്ടാവും. കാരണം നമ്മൾ സീനിയേഴ്സിനെ ബഹുമാനിക്കണം എന്നുള്ള രീതിയിൽ ഉണ്ടാവും. സീനിയേഴ്സ് അതിൻ്റെ രീതിയിൽ നമ്മൾ ചൊറിയാനൊക്കെ നിൽക്കും, അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മുടെ കോളേജിൽ നടക്കുന്ന ആദ്യത്തെ ആർട്സ് ഫെസ്റ്റാണ്. ആർട്സ് ഫെസ്റ്റിൽ നമുക്ക് ഈ കോളേജിലൊക്കെ നമുക്ക് ഫസ്റ്റോ സെക്കൻഡോ തേർഡോ ഫസ്റ്റ് ഇയർ വാങ്ങുക എന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യമാണ്. കാരണം അവിടെയൊക്കെ പറഞ്ഞാൽ നല്ല പാട്ട് പാടിയും അല്ലെങ്കിൽ ഡാൻസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ള തയമ്പിച്ച് ഇന്റർ സോണൻസിലും അതുപോലെ ഇന്റർമെഡിക്കോസിലൊക്കെ ഫസ്റ്റ് വാങ്ങിയ ആളുകളായിരിക്കും നമ്മുടെ സീനിയേഴ്സ് ഒക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ അങ്ങനെ ഞാനാകെ ഒരു മത്സരത്തിന് മാത്രമേ പേര് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ, മാപ്പിളപ്പാട്ട് എന്നുള്ളത്. അപ്പോൾ മാപ്പിളപ്പാട്ടിനുള്ള ഇത് എന്ന് പറഞ്ഞാൽ അവിടെ എൻ്റെ ഒപ്പം പങ്കെടുക്കാൻ ഇരുന്ന ആൾക്കാരൊക്കെ ഇന്റർമീഡിയറ്റ്സിനൊക്കെ ഫസ്റ്റ് വാങ്ങിയിട്ടുള്ള ആളുകളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഒരു ആളെന്തോ ഇന്റർമീഡിയറ്റ്സിന് അത്യാവശ്യം ഫസ്റ്റോ സെക്കൻഡോ ഒക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഫസ്റ്റ് ഇയർ ആണല്ലോ, ഒരാളെങ്കിലും പാടണം. അപ്പോൾ അങ്ങനെ ഞാൻ എന്തായാലും അൽഹംദുലില്ലാ എനിക്ക് ചെറിയ രീതിയിൽ മാപ്പിളപ്പാട്ട് പാടാൻ അറിയാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ പേര് കൊടുത്തു. അങ്ങനെ നമ്മൾ സ്റ്റേജിലോട്ട് ചെസ് നമ്പർ വിളിച്ച സമയത്ത് എനിക്കിപ്പോൾ സാധാരണ മാപ്പിളപ്പാട്ടൊക്കെ ഞാൻ പാടാറുള്ളത് കയ്യിൽ മൈക്ക് എടുത്തിട്ടാണ് പാടുക. അവിടെ അതിനു മുമ്പ് പാടിയ കുട്ടികളെല്ലാം സ്റ്റേജിൽ സ്റ്റാൻഡ് വെച്ചിട്ടുണ്ടാവും, അതിൽ മാപ്പിളപ്പാട്ട് പാടുക എന്നുള്ള രീതിയിലാണ്. ഞാൻ എൻ്റെ ഒരു സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ കയ്യിലെടുത്തിട്ട് നമ്മളിപ്പോൾ താളം വിട്ടിട്ട് പാടുക എന്നുള്ള രീതിയിലാണ്. അങ്ങനെ ഞാൻ മാപ്പിളപ്പാട്ട് പാടിയിരുന്നത്. ഞാൻ അങ്ങനെ സ്റ്റേജിൽ കയറി അവിടുന്ന് സ്റ്റാൻഡിൽ വന്ന് മൈക്കെടുത്തപ്പോൾ അവിടെ മൊത്തം സീനിയേഴ്സ് ആണുള്ളത്. അതായത് ആ വേദിയിലെ മെജോറിറ്റി സീനിയേഴ്സും എൻ്റെ ബാച്ചിലെ കുറച്ച് പിള്ളേരുണ്ടായിരുന്നുള്ളൂ. ബാച്ചിലെ പിള്ളേർക്ക് ഒന്നും പ്രത്യേകിച്ച് ചെയ്യാനൊന്നുമില്ല. അപ്പോൾ സീനിയേഴ്സ് മൊത്തം വെക്കടവായ എന്നുള്ള രീതിയിൽ പറഞ്ഞ സമയത്ത് ഞാൻ ശരിക്കും എന്ത് ചെയ്യണം എന്നുള്ളത്, കാരണം നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവില്ല. എനിക്ക് മൈക്ക് പിടിച്ച് പാടുന്ന കോൺഫിഡൻസ് ഉള്ളത്. അപ്പോൾ ഞാൻ സൈഡൊക്കെ നോക്കുന്ന സമയത്ത് അവിടെ സാറുണ്ട് നീ പാടിക്കുക എന്നുള്ള രീതിയിൽ സാറ് പറഞ്ഞു. അപ്പോൾ എന്തായാലും ഞാൻ ജസ്റ്റ് അസ്സലാമു അലൈക്കും ഇന്ന പടപ്പാട്ടാണ് എന്നുള്ള രീതിയിൽ ബദറക്കിസ്സായിരുന്നു. അത് OM കരുവാരിക്കൊണ്ട് രചിച്ചൊരു പാട്ടാണ് കേട്ടോ. അപ്പോൾ പാട്ട് പാടി തുടങ്ങിയപ്പോൾ അവിടെ അത്രയും നേരം അലറിക്കൊണ്ടിരുന്ന സീനിയേഴ്സ്, അതായത് വെക്കട എന്ന് പറഞ്ഞിട്ടിരുന്ന സീനിയേഴ്സൊക്കെ കയ്യടിയിലോട്ട് മാറി എന്നുള്ളതാണ്. അപ്പോൾ കയ്യടിച്ച് എല്ലാവർക്കും പാട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഞാൻ എല്ലായിടത്തും ബാക്കിയുള്ള കുട്ടികളൊക്കെ പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് അത്ര വലിയ പ്രതീക്ഷയൊന്നും തോന്നില്ല. ഞാൻ എന്തായാലും ഫസ്റ്റോ സെക്കൻഡോ തേർഡോ അതിലേതെങ്കിലും ഉണ്ടാവും എന്നുള്ള രീതിയിൽ എനിക്ക് അറിയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു തേർഡോ സെക്കൻഡോ അതിൽ രണ്ടിലേതെങ്കിലും ഉണ്ടാവും. കാരണം ഇന്റർമീഡിയറ്റ് പാടിയൊരു ചേട്ടനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ചേട്ടൻ്റെ പാട്ട് അത്യാവശ്യം കുഴപ്പമില്ല, നല്ല പാട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ സെക്കൻഡും തേർഡും പറഞ്ഞു. ആദ്യമായിട്ട് ഞങ്ങളുടെ ബാച്ചിൽ നിന്ന് രണ്ടാൾക്കായിരുന്നു അന്ന് ഫസ്റ്റ് കിട്ടിയിരുന്നത്. അന്ന് നടന്ന ഇന്റർ ബാച്ച് കലോത്സവത്തിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ ഒന്ന് മാപ്പിളപ്പാട്ടായിരുന്നു. അൽഹംദുലില്ലാ എനിക്ക് ഫസ്റ്റ് കിട്ടിയപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഹാപ്പിയായി. പക്ഷേ സീനിയേഴ്സ് എന്നെ മൊത്തം വളഞ്ഞിട്ട് നല്ല രീതിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം എന്താ വെച്ചാൽ സീനിയേഴ്സ് ഓരോ ഫിലിം സോങ്സ് മാപ്പിളപ്പാട്ടിൻ്റെ രീതിയിൽ പാടാനൊക്കെ പറഞ്ഞിരുന്നത്. അപ്പോൾ അത് തന്നെ ഞാൻ പണ്ട് മുതലേ ചെയ്തിരുന്നൊരു സാധനം. അതായത് ഏതെങ്കിലും പാട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഈവൻ മലയാള കവിത ആണെന്നുണ്ടെങ്കിലും മാപ്പിളപ്പാട്ടിൻ്റെ രീതിയിലായിട്ട് പാടിക്കൊടുക്കുക. അത് ഈവൻ 5ാം ക്ലാസ് മുതലൊക്കെ ഞാൻ ചെയ്തിരുന്നൊരു പരിപാടിയാണ്. നമുക്ക് മാപ്പിളപ്പാട്ടിൻ്റെ രീതി ഇട്ടാണ്ട് അത് ഇങ്ങനെ മലയാള പദ്യമൊക്കെ ഇരുന്ന് പാടാം. അപ്പോൾ ആ പാട്ട് ഞാൻ പാടിത്തരാം. എന്തായാലും സമയം കളയുന്നില്ല. ആ പാട്ട് ഇതായിരുന്നു അന്ന് ഞാൻ സ്റ്റേജിൽ പാടിയ പാട്ട്. ആയുധങ്ങളുണ്ടേ കട്ടുത്തിലെ പെമ്മശു ചക്രമുണ്ടേ, അമ്പത്തിരം പേരെ ചൊട്ടപ്പട്ടകളുണ്ട് ത്രിപാളെ, പാളും ചട്ടുള്ളി പില്ലും കല്ലുമേ കത്തിയും തൊട്ടിയും ചങ്കുകളേറെ പൊങ്കുമ്പലി ഭയങ്കര കളി കൊണ്ടേറ്റം തകർത്താ പോരിൻ വീരും പാരും നേരിൽ പോതിൻ മക്കികൾ നാഥത്തങ്ങളിലേറെ പള്ളു പിള്ളലായി, പോതിൻ മക്കികൾ നാഥത്തങ്ങളിലേറെ പള്ളു പിള്ളലായി. ആയുധങ്ങളുണ്ടേ കടുത്തിലെ പെമ്മശു ചക്രമുണ്ടേ, അമ്പത്തിരം പേരെ ചൊട്ടപ്പട്ടകളുണ്ട് ത്രിപാളെ, ബാളും ചട്ടുള്ളി പില്ലും കല്ലുമേ കത്തിയും തൊട്ടിയും ചങ്കുകളേറെ പൊങ്കുമ്പലി ഭയങ്കര കളി കൊണ്ടേറ്റം തകർത്താ
പോരും വീരും പാരും നീരിൽ പോതിൻ മക്കി കാണാതെ തങ്കളിലേറെ പള്ളു ബിള്ളലായി പോതിൻ മക്കി കാണാതെ തങ്കളിലേറെ പള്ളു ബിള്ളലായി ചേലുരിത്തിരി ഒറ്റകൾ സംഗീതം ചെണ്ടകൾ രണ്ടും കൈമണിത്താളം കിങ്ങിണി പൊങ്കുവതായി തകൃതാരം കൊമ്പും ചില്ലമ്പുന്നിതാ കിങ്ങിണി പൊങ്കുവതാൽ തകൃതാരം കൊമ്പും ചില്ലമ്പുന്നിതാ ഉണ്ടേ കണ്ടേ ബമ്പും ബിമ്പും കൊട്ടുമൂരശൊട് മട്ടും തളങ്കൃതാ ഉണ്ടേ കണ്ടേ പമ്പും ബിമ്പും കൊട്ടുമുരശൊട് മട്ടും തളങ്കൃത കാതൃമത്താരം ബിണ്ടി പതിർപ്പട വികൃതമേ ചിന്താൽ വികൃതമേ ചിന്താൽ അബുജഹൽ മാനം നിറൈ ഹുങ്കാൽ വേൽ ആയുധങ്ങളുണ്ടേ കട്ടുത്തിലെ പെമ്മശു ചക്രമുണ്ടേ അമ്പത്തിരി കൊമ്പത്തിരി ബമ്പത്തിരം പേരെ ചൊട്ടപ്പട്ടകളുണ്ട് തിരിവാളെ ബാളും ചട്ടുളി ബില്ലും കല്ലുമേ കത്തിയും തൊട്ടിയും ചങ്കുകളേറെ പൊങ്കുമ്പടി പെങ്കർക്കളി കൊണ്ടേറ്റം തകൃതാ പോരും വീര്യം പാരും നേരിൽ പോതിൻ മക്കി കാണാതെ തങ്കളിലേറെ പള്ളു ബിള്ളലായി പോതിൻ മക്കി കാണാതെ തങ്കളിലേറെ പള്ളു ബിള്ളലായി. അപ്പൊ ഇതായിരുന്നു പാട്ട്. എനിക്കൊരു നല്ലൊരു അനുഭവം ഉണ്ടാക്കിയൊരു പാട്ടായിരുന്നത്. അസ്സലാമു അലൈക്കും.